ലൈംഗിക പീഡന കേസിൽ ഹൈക്കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. രാഹുൽ ഉയർത്തിയ എതിർവാദങ്ങൾ ഗൗരവകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ് തടഞ്ഞത്. രാഹുലിന്റെ ഹർജി പരിഗണിച്ചായിരുന്നു നടപടി. ഡിസംബർ 15-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കും. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തോടും പോലീസിനോടും കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേസ് ഡയറി ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതോടെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിലാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മറ്റൊരു യുവതി കൂടി രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു. ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഈ കേസിൽ പോലീസിന് MLA വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഈ സാഹചര്യം മുന്നിൽ കണ്ട് രണ്ടാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. രണ്ടാമത്തെ കേസിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ലാത്ത സാഹചര്യത്തിലാണ് രാഹുൽ വീണ്ടും ജാമ്യ ഹർജി നൽകിയത്. ഇന്ന് തന്നെ കോടതി ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കേസിൽ പരാതിക്കാരി ആരാണെന്ന് പോലും ഇതുവരെ തനിക്കോ അഭിഭാഷകർക്കോ വ്യക്തമല്ലെന്ന് രാഹുൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോൺ ഓണാക്കി. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് സൂചന. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതുവരെ കേരളത്തിലേക്ക് മടങ്ങി എത്തിയേക്കില്ലെന്നാണ് വിവരം.